കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 1ാമത്തെ അധ്യായമായ ജീവന്റെ ജനിതകം എന്ന പാഠഭാഗമാണ്. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഈ അധ്യായം നമുക്ക് വിശദമായി നോക്കാം. നേരെ വീഡിയോയിലേക്ക്. കുട്ടികളെ, ഈ പേജിന്റെ മുകൾ ഭാഗത്ത്, പേജിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാൻ സാധിക്കുന്നത് ജീൻ എഡിറ്റിംഗിന്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ എന്ന തലക്കെട്ടിലുള്ള ഈ ഭാഗമാണ്. ഈ ഭാഗത്തു നിന്നും നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രമാത്രം. ഞാനൊന്ന് ചുരുക്കി പറയാം. ജീൻ എഡിറ്റിംഗ് 2020 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ച ക്രിസ്പർ കാസ്9 സാങ്കേതികവിദ്യയെക്കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത്. കണ്ടെത്തിയവർ ഇമ്മാനുവേൽ കാർപെന്റിയർ, ജെനിഫർ എ ഡൌഡ്ന. ഉപയോഗം: DNA-യിലെ ജീനുകളിൽ കൃത്യമായ മാറ്റം വരുത്താൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നു. ഗുണങ്ങൾ: ജനിതക രോഗങ്ങളുടെ ചികിത്സ, ക്യാൻസർ ചികിത്സ, കീടപ്രതിരോധ ശേഷിയുള്ള വിളകൾ വികസിപ്പിക്കൽ. ചോദ്യം: ചിത്രീകരണം 1.1 നിരീക്ഷിച്ച് DNA-യുടെ സ്ഥാനം സംബന്ധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: DNA-യുടെ സ്ഥാനം. ജീവികളുടെ ജനിതക പദാർത്ഥമാണ് DNA. കോശങ്ങളിൽ ഇവ താഴെ പറയുന്ന ക്രമത്തിലാണ് കാണപ്പെടുന്നത്: കോശം, ന്യൂക്ലിയസ്, ക്രോമസോം, DNA. ഓരോ കോശത്തിന്റെയും ന്യൂക്ലിയസിനുള്ളിലാണ് DNA കാണപ്പെടുന്നത്. ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് DNA-യും പ്രോട്ടീനുകളും ചേർന്നാണ്. DNA-യുടെ ഒരു നിശ്ചിത ഭാഗത്തെയാണ് ജീൻ എന്ന് വിളിക്കുന്നത്. DNA-യുടെ ഘടന. വാട്സൺ ക്രിക്ക് മാതൃക 1953. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് DNA-യുടെ ഡബിൾ ഹെലിക്സ് മാതൃക അവതരിപ്പിച്ചത്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് ഈ മാതൃക നിർദ്ദേശിച്ചത്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത ഫോട്ടോ 51 എന്ന എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രമാണ് ഈ കണ്ടെത്തലിന് നിർണായകമായത്. 1962 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ചോദ്യം: ചിത്രീകരണം 1.2 വിശകലനം ചെയ്ത് DNA-യുടെ ഘടന സംബന്ധിച്ച ധാരണ കൈവരിച്ച് വർക്ക്ഷീറ്റ് 1.1 പൂർത്തിയാക്കൂ. കുട്ടികളെ, ഇവിടെ ഒരു മഞ്ഞ ബോക്സിൽ ചോദ്യം കാണുന്നില്ലേ? അതൊന്ന് വായിക്കാം. സാധാരണ പഞ്ചസാരയും DNA-യിലെ പഞ്ചസാര തന്മാത്രയും തമ്മിൽ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു കണ്ടെത്തൂ. ഉത്തരം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് DNA-യുടെ വലുപ്പം എന്ന ഭാഗമാണ്. ഈ ഭാഗം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിന് താഴെയായി ഒരു കുട്ടിയുടെ സംശയം കണ്ടില്ലേ? തൊട്ടടുത്ത് ഒരു ചോദ്യവും കാണുന്നുണ്ട്. അതൊന്ന് വായിക്കാം. ഇത്രയും വലിയ DNA-യെ കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നതെങ്ങനെ? ചിത്രീകരണം 1.3, വിവരണം എന്നിവ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കുട്ടിയുടെ സംശയത്തിന് ഉത്തരം കണ്ടെത്തൂ. ഉത്തരം: DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. ഇത്തരം നിരവധിയായ ന്യൂക്ലിയോസോമുകൾ അടുത്തടുത്തടുക്കി വീണ്ടും ചുരുളുകളാക്കി മാറ്റുന്നതിലൂടെയാണ് വലിയ DNA-യെ വളരെ ചെറിയ കോശത്തിനുള്ളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. മഞ്ഞ ബോക്സിലെ ചോദ്യം വായിക്കാം. ക്രോമാറ്റിൻ ജാലികയും ക്രോമസോമും തമ്മിലുള്ള ബന്ധമെന്ത്? കണ്ടെത്തൂ. ഉത്തരം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. മനുഷ്യരിൽ എത്ര ക്രോമസോമുകളാണുള്ളത്? അവ എപ്രകാരമാണ് കാണപ്പെടുന്നത്? ചിത്രീകരണം 1.4 സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് മനുഷ്യരിലെ ക്രോമസോമുകളെപ്പറ്റി ധാരണ കൈവരിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഉത്തരം: മനുഷ്യരിലെ ക്രോമസോമുകൾ. മനുഷ്യ ശരീരത്തിലെ ഒരു കോശത്തിൽ ആകെ 46 ക്രോമസോമുകൾ 23 ജോഡിയാണുള്ളത്. ഇതിൽ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ആദ്യത്തെ 22 ജോഡി 44 എണ്ണം ക്രോമസോമുകളെയാണ് സ്വരൂപ ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നത്.
ഇവ ജോഡികളായാണ് കാണപ്പെടുന്നത്. ഓരോ ജോഡിയിലുമുള്ള ഒരു ക്രോമസോം മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചവയാണ്. ബാക്കിയുള്ള ഒരു ജോഡി രണ്ടെണ്ണം ക്രോമസോമുകളെ ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നു. ഇവയാണ് വ്യക്തിയുടെ ലിംഗം നിശ്ചയിക്കുന്നത്. സ്ത്രീകളിൽ ഇവ XX ആയും പുരുഷന്മാരിൽ ഇവ XY ആയുമാണ് കാണപ്പെടുന്നത്. Y ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. മഞ്ഞ ബോക്സിലെ ചോദ്യം: ക്രോമസോമുകൾ ജോഡികളായി കാണപ്പെടുന്നത് എന്തുകൊണ്ട്? കണ്ടെത്തൂ. ഉത്തരം: ചോദ്യം: ഒരേ ക്രോമസോം സംഖ്യകളുള്ള ഒന്നിലധികം ജീവികളുണ്ടോ? കണ്ടെത്തൂ. ഉത്തരം: ചോദ്യം: സ്ത്രീയുടെയും പുരുഷന്റെയും ജനിതക ഘടന നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അത് നിരീക്ഷിച്ച് പട്ടിക 1.1 പൂർത്തിയാക്കുക. പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് സ്ത്രീ, പുരുഷൻ എന്നിവരിലെ ക്രോമസോം സാമ്യ വ്യത്യാസങ്ങളെപ്പറ്റി നിഗമനം രൂപീകരിക്കൂ. പട്ടിക പൂരിപ്പിച്ചത് കണ്ടല്ലോ. ഈ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് താഴെ പറയുന്ന നിഗമനങ്ങളിൽ എത്താം. ആകെ എണ്ണം: സ്ത്രീകളിലും പുരുഷന്മാരിലും ആകെ ക്രോമസോമുകളുടെ എണ്ണം തുല്യമാണ്. സാമ്യം: സ്ത്രീകളിലും പുരുഷന്മാരിലും സ്വരൂപ ക്രോമസോമുകൾ അഥവാ ഓട്ടോസോമുകൾ ഒരേപോലെയാണ് കാണപ്പെടുന്നത്. ഇവ രണ്ടുപേരിലും 44 എണ്ണം വീതമുണ്ട്. വ്യത്യാസം: സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ലിംഗനിർണയ ക്രോമസോമുകളിലാണ്. സ്ത്രീകളിൽ 2 ലിംഗനിർണയ ക്രോമസോമുകളും ഒരേപോലെയുള്ളതാണ്, XX, അതായത് ഇവ ഒരു സ്വരൂപ ജോഡിയാണ്. പുരുഷന്മാരിൽ ഇവ വ്യത്യസ്തമാണ്, XY. ഇതിൽ X ക്രോമസോം വലുതും Y ക്രോമസോം ചെറുതുമാണ്. വ്യത്യസ്തമായ ജനിതക ഘടനകൾ. ഈ ഭാഗത്ത് ഇമ്പോർട്ടന്റായ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു തരാം. മനുഷ്യരിലെ സാധാരണ ജനിതക ഘടന പുരുഷന്മാരിൽ 44+XY എന്നും സ്ത്രീകളിൽ 44+XX എന്നുമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില അവസ്ഥകളുണ്ട്. ഒന്ന്, ടർണർ സിൻഡ്രോം. ഘടന 44+X0. ഒരു X ക്രോമസോം മാത്രമേ ഉണ്ടാകൂ. ഇവർ സ്ത്രീകളായിരിക്കും. ഇവർക്ക് സ്ത്രീ ലൈംഗികാവയവങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവരിൽ കൗമാരാരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കില്ല. 2, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ഘടന 44+XXY. 2 X ക്രോമസോമുകളും ഒരു Y ക്രോമസോമും ഉണ്ടാകും. ഇവർ പുരുഷന്മാരായിരിക്കും. ഇവർക്ക് പുരുഷ ലൈംഗികാവയവങ്ങൾ ഉണ്ടാകും, എന്നാൽ അവർ സ്ത്രീലിംഗ ലക്ഷണങ്ങളും കാണിക്കാം. 3, ട്രിപ്പിൾ X സിൻഡ്രോം. 44+XXX. 4, XYY സിൻഡ്രോം. 44+XYY. ചോദ്യം: പിതാവിൽ നിന്നുള്ള Y ക്രോമസോമാണ് ലിംഗനിർണയത്തിൽ പ്രധാനം. എന്തുകൊണ്ട്? കണ്ടെത്തൂ. ഉത്തരം: നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ജീനുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ജീനുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? അവ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ചിത്രീകരണം 1.5, വിവരണം എന്നിവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഉത്തരം ഞാനിവിടെ കാണിക്കാം. ഓക്കെ? എല്ലാം വായിക്കുമ്പോഴേക്കും വീഡിയോ ലെങ്ത് കൂടും, അതുകൊണ്ടാണ്, ക്ഷമിക്കുക. കുട്ടികളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് ഇനി നമുക്ക് താഴെ പഠിക്കാനുള്ള ജീൻ എന്ന ഭാഗം. ഇവിടെ ഒരു ചോദ്യം കാണുന്നുണ്ട്, അതുകൂടി വായിക്കാം. RNA തന്മാത്രയുടെ ഘടന, സവിശേഷതകൾ എന്നിവ ചിത്രീകരണം 1.6, വിവരണം എന്നിവ വിശകലനം ചെയ്ത് ധാരണ കൈവരിക്കൂ. ഉത്തരം: കുട്ടികളെ, ഇതിന്റെ ഉത്തരവും RNA എന്ന ഭാഗവും ഒന്ന് തന്നെയാണ്. RNA എന്ന ഭാഗത്തു നിന്നും നിങ്ങൾ പഠിക്കേണ്ടത് ഇത് തന്നെയാണ്. RNAയുടെ ഘടന മനസ്സിലാക്കിയല്ലോ. ഇതിനെ DNA-യുടെ ഘടനയുമായി താരതമ്യം ചെയ്ത് പട്ടിക 1.2 പൂർത്തിയാക്കൂ. അടുത്തത് പ്രോട്ടീൻ നിർമ്മാണം. ജീനുകളുടെ പ്രവർത്തനഫലമായാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച് ചിത്രീകരണം 1.7, വിവരണം എന്നിവ സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഉത്തരം: ശരീരപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിലൂടെയാണ് ജീനുകൾ അവയുടെ ധർമ്മം നിർവഹിക്കുന്നത്. ഈ പ്രവർത്തനം പ്രധാനമായും 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്: ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. 1. ട്രാൻസ്ക്രിപ്ഷൻ. DNA-യിലെ സന്ദേശങ്ങൾ പകർത്തി
mRNA രൂപപ്പെടുന്ന ഘട്ടമാണിത്. ഇത് ന്യൂക്ലിയസിൽ വെച്ചാണ് നടക്കുന്നത്. 2. ട്രാൻസ്ലേഷൻ. ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNAയിലെ സന്ദേശമനുസരിച്ച് tRNAകൾ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലെത്തിക്കുന്നു. റൈബോസോമിന്റെ ഭാഗമായ rRNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. ചോദ്യം: പ്രോട്ടീൻ നിർമ്മാണത്തിലുൾപ്പെടുന്ന വിവിധ ആർഎൻഎകൾ ചിത്രീകരണം 1.8-ൽ നൽകിയിരിക്കുന്നു. അവയുടെ പേര്, ധർമ്മം എന്നിവ ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കൂ. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ജീവികളുടെ സ്വഭാവ സവിശേഷതകളെ എപ്രകാരം സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിന് നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തൂ. സ്വഭാവങ്ങളിലെ സാമ്യവ്യത്യാസങ്ങൾ. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം, ഹെറിഡിറ്റി. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ, വേരിയേഷൻസ്. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത്. പൂന്തോട്ടത്തിലെ ജനിതകശാസ്ത്രം. ഈ ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റായ ഭാഗങ്ങൾ മാത്രം ഞാൻ നോട്ട് ചെയ്തു തരാം. ഗ്രിഗർ ജോഹാൻ മെൻഡൽ ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പയർചെടികളിൽ അദ്ദേഹം നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളാണ് ആധുനിക ജനിതകശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. മെൻഡലിന്റെ കണ്ടെത്തലുകൾ. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഒരു ജോഡി ഘടകങ്ങളാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. ജീനുകൾ എന്നിപ്പോൾ അറിയപ്പെടുന്നത് ഈ ഘടകങ്ങളാണ്. ഗ്രിഗർ മെൻഡലിന്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. മെൻഡലിന്റെ പരീക്ഷണങ്ങൾ. മോണോ ഹൈബ്രിഡ് ക്രോസ്. ഒരു ജോഡി വിപരീത സ്വഭാവങ്ങളെ മാത്രം പരിഗണിച്ച് നടത്തുന്ന വർഗസങ്കരണ പരീക്ഷണമാണിത്. മെൻഡൽ ഇതിന് ഉയരം എന്ന സ്വഭാവമാണ് തിരഞ്ഞെടുത്തത്. ഒന്നാം തലമുറ F1. ഉയരം കൂടിയതും കുറഞ്ഞതും തമ്മിൽ കലർത്തിയപ്പോൾ ലഭിച്ച എല്ലാ ചെടികളും ഉയരം കൂടിയവയായിരുന്നു. രണ്ടാം തലമുറ F2. F1 തലമുറയെ സ്വപരാഗണത്തിന് വിധേയമാക്കിയപ്പോൾ ഉയരം കൂടിയവയും കുറഞ്ഞവയും 3:1 എന്ന അനുപാതത്തിൽ ലഭിച്ചു. കുട്ടികളെ, ഈ ഭാഗത്ത് അലീലുകളെയും ഫീനോടൈപ്പ്, ജീനോടൈപ്പ് എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി മഞ്ഞ ബോക്സിലെ ചോദ്യം വായിക്കാം. എല്ലായ്പ്പോഴും പ്രകടഗുണം മാത്രമാണോ ഫീനോടൈപ്പ് ആകുക? കണ്ടെത്തൂ. ഉത്തരം: അതെ. ഒരു ജീവിയിൽ പുറമേ കാണാൻ കഴിയുന്ന സ്വഭാവത്തെയാണ് ഫീനോടൈപ്പ് എന്നു പറയുന്നത്. എന്നാൽ ആ സ്വഭാവത്തിന് പിന്നിൽ പ്രകടമായ അലീലും മറഞ്ഞിരിക്കുന്ന അലീലും ഉണ്ടാകാം. സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വർഗസങ്കരണ പരീക്ഷണം ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. ചിത്രീകരണം 1.10. ഇത് പൂർത്തീകരിച്ച് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഈ ചിത്രം പൂർത്തീകരിച്ച് കണ്ടെത്തലുകളും സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കുറിപ്പും ഇവിടെ കാണിക്കുന്നു. ചോദ്യം 1. ഉയരക്കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യമുണ്ടാകാത്തത് എന്തുകൊണ്ട്? ഉത്തരം: സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് പരസ്പരം കലരാത്ത ഘടകങ്ങളാണ്. ഒന്നാം തലമുറയിൽ പ്രകടഗുണം ഡോമിനന്റ് ട്രേറ്റ് മാത്രം പ്രകടമാവുകയും ഗുപ്തഗുണം റിസസീവ് ട്രേറ്റ് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നതിനാലാണ് ഇടത്തരം സസ്യങ്ങൾ ഉണ്ടാകാത്തത്. ചോദ്യം 2. ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ, അതെങ്ങനെയായിരിക്കും? ഉത്തരം: ലിംഗകോശങ്ങൾ ഗാമീറ്റ്സ് ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. രണ്ടാം തലമുറയിൽ 2 ഗുപ്തഘടകങ്ങൾ ടി ഒത്തുചേരുമ്പോൾ ആ സ്വഭാവം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അടുത്ത ഘട്ടത്തിൽ ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അദ്ദേഹം നിരീക്ഷണവിധേയമാക്കി. ഇത് ഡൈഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു. സസ്യത്തിന്റെ ഉയരവും വിത്തിന്റെ ആകൃതിയും പരിഗണിച്ചുകൊണ്ടു നടത്തിയ വർഗസങ്കരണ പരീക്ഷണം ചിത്രീകരണം 1.11 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എഴുതൂ.
ഡൈഹൈബ്രിഡ് ക്രോസ്. രണ്ടു ജോഡി വിപരീത സ്വഭാവങ്ങളെ ഒരേ സമയം പരിഗണിച്ചുകൊണ്ട് മെൻഡൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണമാണിത്. ഇവിടെ സസ്യത്തിന്റെ ഉയരവും വിത്തിന്റെ ആകൃതിയുമാണ് പരിഗണിച്ചിരിക്കുന്നത്. മാതൃസസ്യങ്ങളും ബീജകോശങ്ങളും. മാതൃസസ്യങ്ങൾ: ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള സസ്യം, ഉയരം കുറഞ്ഞ ചുളിഞ്ഞ വിത്തുള്ള സസ്യം. ബീജകോശങ്ങൾ: ആദ്യത്തെ സസ്യത്തിൽ നിന്ന് TR എന്ന ബീജകോശവും രണ്ടാമത്തേതിൽ നിന്ന് TR എന്ന ബീജകോശവും ഉണ്ടാകുന്നു. 2. ഒന്നാം തലമുറ F1 ജനറേഷൻ. ബീജസങ്കലനത്തിന് ശേഷം ഒന്നാം തലമുറയിൽ TTRR എന്ന ജീനോടൈപ്പുള്ള സസ്യങ്ങൾ ഉണ്ടാകുന്നു. ഇവയെല്ലാം ഫീനോടൈപ്പ് പ്രകാരം ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളവയായിരിക്കും. കാരണം TR എന്നീ പ്രകടഗുണങ്ങൾ അവിടെ നിലനിൽക്കുന്നു. 3. രണ്ടാം തലമുറ F2 ജനറേഷൻ. F1 തലമുറയിലെ സസ്യങ്ങളെ തമ്മിൽ സ്വപരാഗണം നടത്തുമ്പോൾ 4 തരം ബീജകോശങ്ങൾ വീതം ഉണ്ടാകുന്നു. ലഭിക്കുന്ന ഫലങ്ങൾ അനുപാതം 9:3:3:1. ഇതിനു പുറമെ ടെക്സ്റ്റ് ബുക്കിലെ സൂചകങ്ങളെക്കുറിച്ച് പ്രത്യേകമായി ഞാനിവിടെ വിശകലനം നൽകിയിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. ഈ മെൻഡലിന്റെ അനുമാനം എന്ന ഭാഗം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. നമുക്കിതിന്റെ താഴെയൊരു ചോദ്യമുണ്ട്, അത് വായിക്കാം. മാതൃസസ്യങ്ങളിൽ കാണപ്പെടാത്ത സ്വഭാവങ്ങൾ രണ്ടാം തലമുറയിൽ കാണപ്പെടുന്നു. എന്തുകൊണ്ട്? ഉത്തരം: ബീജകോശ രൂപീകരണ സമയത്ത് ഓരോ സ്വഭാവത്തിന്റെയും ഘടകങ്ങൾ, അലീലുകൾ, സ്വതന്ത്രമായി വിന്യസിക്കപ്പെടുന്നതുകൊണ്ടാണ് മാതൃസസ്യങ്ങളിലില്ലാത്ത പുതിയ സ്വഭാവ കോമ്പിനേഷനുകൾ രണ്ടാം തലമുറയിൽ ഉണ്ടാകുന്നത്. സ്വഭാവങ്ങൾക്ക് പലപ്പോഴും 2ൽ കൂടുതൽ ഗുണങ്ങൾ കാണാറുണ്ടല്ലോ. എന്താകും കാരണം? പൂക്കൾ നിരീക്ഷിച്ച കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉത്തരം: ഇവിടെ മെൻഡലിന്റെ പാരമ്പര്യ നിയമങ്ങൾ, മെൻഡേലിയൻ നിയമങ്ങൾ പാലിക്കാത്ത തരത്തിലുള്ള സ്വഭാവ കൈമാറ്റങ്ങളെയാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇവയെ എന്തൊക്കെയാണ് വിശദമായി നമുക്ക് പരിശോധിക്കാം. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിന്റെ പ്രധാന വിഭാഗങ്ങളാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഈ പേജ് മുഴുവനായും ഈ വിഭാഗങ്ങളെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളിത് ഇങ്ങനെ തന്നെ പഠിക്കുക. നമുക്കടുത്ത ഭാഗം നോക്കാം. നിറവ്യത്യാസത്തിനു പിന്നിൽ. ത്വക്കിന് നിറം നൽകുന്ന പ്രധാന വർണ്ണകമാണ് മെലാനിൻ. മെലാനിന്റെ അളവും തരവും ചേർന്ന് ത്വക്കിന്റെ നിറം നിർണയിക്കുന്നു. ചോദ്യം: മാതാപിതാക്കളിലില്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ എങ്ങനെയാണുണ്ടാകുന്നത്? കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചല്ലോ. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന സവിശേഷതകൾ എല്ലായ്പ്പോഴും ഒന്നുതന്നെയായിരിക്കണമെന്നില്ല. വ്യക്തികൾ തമ്മിലുള്ള ഈ വൈവിധ്യത്തിന് കാരണമാകുന്ന പ്രധാന ജനിതക പ്രക്രിയകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് കുട്ടിയുടെ സംശയത്തിന് ഉത്തരം കണ്ടെത്തൂ. ഇതിന് കാരണം ക്രോസിംഗ് ഓവറാണ്. ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനഭംഗം, മിയോസിസ്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ എന്നത് വ്യതിയാനങ്ങളുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനിതക പ്രക്രിയയാണ്. പ്രക്രിയയുടെ ഘട്ടങ്ങൾ: 1. സമരൂപ ക്രോമസോമുകൾ. ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന സമാനമായ ക്രോമസോമുകൾ പരസ്പരം ജോഡിചേരുന്നു. 2. ക്രോമസോമുകൾ ജോഡിചേരുന്ന ഭാഗത്തെ കയാസ്മ എന്നു പറയുന്നു. ഈ ഭാഗത്തുവെച്ച് ക്രൊമാറ്റിഡുകൾ മുറിയുന്നു. മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. 3. ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു. മ്യൂട്ടേഷൻ. ജനിതകഘടനയിൽ ആകസ്മികമായുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. പ്രധാന കാരണങ്ങൾ: DNA ഇരട്ടിക്കലിലുണ്ടാകുന്ന പിഴവുകൾ, ചില പ്രത്യേക രാസവസ്തുക്കളുടെ സ്വാധീനം, വികിരണങ്ങൾ, റേഡിയേഷൻ. പ്രാധാന്യം: മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റമുണ്ടാക്കുന്നു. ഇത് പുതിയ സ്വഭാവങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നു. പരിണാമ പ്രക്രിയയിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജനിതകശാസ്ത്രം, തൊഴിൽ സാധ്യതകൾ. ജനിതകശാസ്ത്രം പഠിച്ചവർക്ക് ഇന്ന് ലോകമെമ്പാടും വലിയ തൊഴിൽ സാധ്യതകളാണുള്ളത്. പ്രധാന ശാഖകളും തൊഴിൽ മേഖലകളും താഴെ പറയുന്നവയാണ്. പ്രധാന ശാഖകൾ: തന്മാത്രാ ജനിതകശാസ്ത്രം, മോളിക്യുലാർ ജെനറ്റിക്സ്, മെഡിക്കൽ ജെനറ്റിക്സ്, സൈറ്റോജെനറ്റിക്സ്,
ജിനോമിക്സ്. തൊഴിൽ മേഖലകൾ: ആരോഗ്യരംഗം, ജനിതക കൗൺസിലിംഗ്, മെഡിക്കൽ ജെനറ്റിക്സ്. ഗവേഷണം: പുതിയ കണ്ടെത്തലുകൾക്കും പഠമയത്തുമൊലി ലബോറട്ടറികളിൽ അവസരങ്ങൾ. കൃഷി: വിളവുകൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ വിത്തിനങ്ങൾ കണ്ടെത്തുന്നതിനും. ഫോറൻസിക് സയൻസ്: കുറ്റാന്വേഷണ രംഗത്ത് DNA പരിശോധന പോലുള്ള കാര്യങ്ങൾക്കായി. ഇതോടെ നമ്മുടെ പാഠഭാഗം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. നന്ദി.